إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. عباد الله أوصيكم ونفسي بتقوى الله. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ യുഖ്ബലുൽ ഇൽമു ويكثر الجهل وتكثر الزلزال ويتقارب الزمان وتفشو الفتن ويكثر الحرج وحتى يفيض المال. ആറു കാര്യങ്ങൾ ഖിയാമത്ത് നാളിന്റെ മുമ്പായി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിൽ പറഞ്ഞത് ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യുഖ്ബലുൽ ഇൽമു, ഇൽമ് അത് തടയപ്പെടുന്നത് വരെ, പിടിക്കപ്പെടുന്നത് വരെ എന്നാണ്. ഇൽമ് പിടിക്കപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവുള്ള പണ്ഡിതന്മാരുടെ മരണത്തിലൂടെ പിന്നീട് ആ അറിവ് തന്നെ ഇല്ലാതെയായി പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമെന്നോണം പിന്നീടുണ്ടാകുന്നത് വയക്തുറുൽ ജഹൽ, ജഹല് അഥവാ വിവരക്കേട് അധികരിക്കുന്ന കാലഘട്ടമായിരിക്കും. ദീൻ എന്താണെന്നും ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ എന്താണെന്നും എന്തിനു വേണ്ടിയായിരുന്നു പ്രവാചകന്മാർ നിയുക്തരായിരുന്നത് എന്നും
ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യമെന്ത് എന്നുമൊന്നുമുള്ള അറിവുകളില്ലാതെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന കാലഘട്ടമുണ്ടായി തീരുക തന്നെ ചെയ്യുമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരണം നൽകി കാണുന്നത്. അതുപോലെ തന്നെ വതക്സുറുസ്സൽസാൽ, ഭൂകമ്പങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കും. വയതഖാറബുസ്സമാൻ, സമാൻ അഥവാ കാലം അത് അടുത്ത് പോകുന്ന സാഹചര്യമുണ്ടാകും. വ്യത്യസ്ത രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാലമടുക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വതഫ്സുൽ ഫിതൻ, കുഴപ്പങ്ങൾ അത് വ്യാപിക്കുന്ന കാലഘട്ടമായിരിക്കും. വയക്സുറുൽ ഹറജ്, ഹറജ് അത് അധികരിക്കുമെന്നാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, വഹുവൽ ഖത്ലു അൽ ഖത്ൽ, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകും. കൊല്ലപ്പെട്ടവൻ അറിയുകയില്ല താൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന്, കൊല്ലുന്നവൻ അറിയുകയില്ല ഞാൻ എന്തിനാണ് കൊല്ലുന്നത് എന്ന്. മനുഷ്യ ജീവനുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത കാലഘട്ടമായിരിക്കും. മാത്രവുമല്ല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഫീദുൽ മാൽ, അന്ന് ധനത്തിനൊരു കുറവ് ആരെങ്കിലും ഉണ്ടാവില്ല. ധനവും സമ്പത്തുമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരിക്കുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്, ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങളിൽ വലിയ ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് തഖാറുബുസ് സമാൻ. കാലം അത് അടുക്കും, സമയം അടുക്കുമെന്ന് പറയുമ്പോൾ ഇമാം തിർമിദി റഹിമഹുല്ലയും അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലയും ഒക്കെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ലാ തഖൂമു സ്സാഅത ഹത്താ യതഖാറബസ് സമാൻ, കാലം അടുക്കാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഫതകൂനു സ്സന കശ്ശഹർ, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഒരു വർഷം ഒരു മാസത്തെ പോലെയായിത്തീരും. വശ്ശഹ്റു കൽ ജുമുഅ, അതുപോലെ തന്നെ മാസം അതൊരു ആഴ്ചയെപ്പോലെയാകും. വൽ ജുമുഅതു കൽ യൗമി, അതുപോലെ തന്നെ ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പോലെയായിത്തീരുന്ന സാഹചര്യമുണ്ടാകും. വൽ യൗമി കസ്സാഅ, എന്നാൽ അതുപോലെ തന്നെ വൽ യൗമു കസ്സാഅ, ദിവസം എന്നുള്ളത് അതൊരു മണിക്കൂർ പോലെ ചുരുങ്ങുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ വസ്സാഅതു കഇഹ്റാഖി സഅഫ, കണ്ണിമ വെട്ടിത്തുറക്കുന്ന രൂപത്തിലുള്ള കുറഞ്ഞ സമയമായി കൊണ്ട് മണിക്കൂറുകൾ നീങ്ങുന്ന അവസ്ഥയുണ്ടാകുമെന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ അതിലൂടെ നൽകിയത് കാണാൻ സാധിക്കും. അതിലൊന്ന്, തഖാറബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഖാറബുൽ മഅനവി, ആത്മീയമായ രൂപത്തിലുള്ള അവസ്ഥകളാണ് അവിടെ ഉണ്ടാകുക. അതിന്റെ ഭാഗമായി കൊണ്ട് ജീവിതത്തിലും സമയത്തിലുമൊക്കെയുള്ള ബറക്കത്തുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എത്ര സമയം കിട്ടിയാലും മതിയാകാത്ത അവസ്ഥയാണ് ഉണ്ടാകുക. എത്ര സമയം മുമ്പിലുണ്ടെങ്കിലും ആ സമയമൊന്നും മതിയാകാത്ത അവസ്ഥയുണ്ടാകും. ആയുസ്സിലുള്ള ബർക്കത്തുകൾ നഷ്ടപ്പെടും. നമ്മൾ ആലോചിച്ചു നോക്കണം, നമ്മുടെ മുൻഗാമികളായി ലോകത്ത് കടന്നു വന്നിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമാണ് അവരിൽ പലരും ജീവിച്ചത്. മഹാനായ ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ 45-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞയാളാണ്. 55 വയസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലയും വിട പറഞ്ഞു എന്നതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ പണ്ഡിതന്മാർ അവർ കുറഞ്ഞ കാലം ജീവിച്ചപ്പോഴേക്കും ഈ ലോകത്തിന് വേണ്ടി മാറ്റിവെച്ചു പോയത് വലിയ വലിയ അറിവുകളും അതുപോലെ തന്നെ വിജ്ഞാന ശാഖകളും
ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങളുമൊക്കെയാകുമ്പോൾ അവർ എഴുതി വച്ചത് ഒരാവർത്തി വായിച്ചു നോക്കുവാനോ കേട്ടുനോക്കുവാനോ പോലും ജീവിതത്തിൽ സമയമില്ലാത്തത്ര കണ്ട് തിരക്കുകളുമായി കൊണ്ട് ഓടുന്ന ആളുകളാണ് നമ്മൾ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ സമകാലികനായിക്കൊണ്ട് ജീവിച്ച മഹാനായ അമാനി മൗലവി റഹിമഹുല്ല, അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ബൃഹത്തായ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ വ്യാഖ്യാന ഗ്രന്ഥം 18 വർഷമെടുത്തുകൊണ്ടാണ് ആ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയത് എന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ഒരാവർത്തി അതൊന്ന് വായിച്ചു നോക്കുവാൻ, നമുക്കറിയുന്ന ഭാഷ എന്നുള്ള നിലക്ക് മലയാളത്തിലൊന്ന് വായിച്ചു നോക്കുവാനുള്ള സമയവും തൗഫീഖും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ്. മറ്റു ഭാഷകളിൽ വലിയ പരിജ്ഞാനമില്ല, നമുക്കറിയുന്നത് മലയാളം മാത്രമാണെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുവാൻ എന്റെ റബ്ബിന് എന്നോട് എന്താണ് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ 30 ജുസ് തനിക്കറിയുന്ന ഭാഷയിൽ ഒന്ന് ഒരാവർത്തി വായിച്ചു നോക്കുവാൻ ഈ ആയുഷ്കാലത്തിനിടക്ക് നമുക്ക് സമയം ലഭിച്ചില്ല എങ്കിൽ ആ സമയം ലഭിക്കുന്നില്ല എന്നത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നതായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ജീവിതത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള സമയത്തെ ഏറ്റവും കൃത്യമായ രൂപത്തിൽ വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് ഈ ദുരന്തത്തിൽ നിന്നും നാം രക്ഷപ്പെടുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ഈ രംഗത്ത് നമുക്കുണ്ടാകേണ്ടത്. കാരണം നമുക്കറിയാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനാണ്. വലിയ സുദീർഘമായ കാലഘട്ടം ലഭിച്ചു എന്നതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ധന്യതകൾ കടന്നു വരുവാനുള്ള കാരണം. മറിച്ചു ലഭിച്ച സമയത്ത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലുമൊക്കെ പറഞ്ഞതുപോലെ ജീവിതം ക്രമീകരിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ധന്യത ലഭിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വദക്കിർ, നബിയെ അങ്ങ് ആളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, തീർച്ചയായും ഓർമ്മപ്പെടുത്തലുകൾ അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണം ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്കു നൽകിയ ഈ ആയുസ് കൊണ്ട് നാളെ പിറ്റേന്ന് റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ പക്കൽ കൊണ്ടുപോകുവാൻ എന്താണുള്ളത്? ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ സങ്കടപ്പെടാറുണ്ട്, ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്. ദുനിയാവിൽ ചെറിയ ചെറിയ നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ വരുമ്പോഴേക്കും അത് കടന്നു വരാതിരിക്കുവാൻ ആവശ്യമായ പ്രതിരോധങ്ങൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പരലോക വിജയത്തിനു വേണ്ടി ഏത് രൂപത്തിലുള്ള പ്രതിരോധമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. തന്റെ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്ന രൂപത്തിലുള്ള ബഹുദൈവാരാധന തന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ? അതുപോലെ തന്നെ തന്റെ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും ധൂളികളാക്കി കളയുന്ന സത്യനിഷേധം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? അതുപോലെ തന്നെ താൻ ചെയ്യുന്നത് തിന്മയാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിദഅത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നൊക്കെ നാം ഓരോരുത്തരും നമ്മളുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തേണ്ടവർ തന്നെയാണ്. കാരണം എന്റെ ഖബറിൽ ഞാൻ മാത്രമാണുള്ളത്, എന്റെ കർമ്മഫലങ്ങൾക്ക് ഞാനാണ് മറുപടി പറയേണ്ടത്. നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് തങ്ങളെ തെറ്റിച്ചു കളഞ്ഞ നേതാക്കന്മാരെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പാവപ്പെട്ട അനുയായികൾ പറയുന്ന ചില വാക്കുകളുണ്ട്. റബ്ബേ, ഇയാളാണ് എന്നെ പിഴപ്പിച്ചത്, അതുകൊണ്ട് തന്നെ ഇരട്ടി ശിക്ഷ ഇയാൾക്ക് നീ അനുഭവിപ്പിക്കണമേ എന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുകയല്ലാതെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരാൾക്കും അവസരമുണ്ടാവുകയില്ല എന്നുള്ള കാര്യമാണ് നാം ഓരോരുത്തരും ഓർത്തു വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അറിവ് നേടലും വിവരക്കേടിനെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തലുമൊക്കെ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവിടെയാണ് അനിവാര്യമായി വരുന്നത്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എല്ലാ ആളുകളും നന്മയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ
ഞാൻ ചോദിച്ചിരുന്നത് തിന്മയെക്കുറിച്ചായിരുന്നു. കാരണം അത് കടന്നു വരുന്ന സമയത്ത് അത് തിന്മയാണെന്ന് തിരിച്ചറിയുവാനും അതിൽ നിന്നും വിട്ടുനിൽക്കുവാനും വേണ്ടിയാണ് എന്നാണ് മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിന്മകളെ കുറിച്ച് ചോദിച്ചതിന്റെ ലക്ഷ്യമായി അതല്ലെങ്കിൽ ഹേതുവായി അവിടുന്ന് പറഞ്ഞു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ ഇസ്ലാം എന്ന് പറയുന്ന നന്മ വ്യാപിച്ചതിനു ശേഷം വീണ്ടും തിന്മ വരുമെന്നാണോ എന്നാണ്. അവിടുന്ന് പറഞ്ഞ മറുപടി, അതെ, തിന്മകൾ വീണ്ടും വ്യാപൃതരാകും, അതിനുശേഷം വീണ്ടും നന്മ വരും. പക്ഷേ ആ നന്മകളുടെ പ്രത്യേകത, ആ നന്മകളിൽ തിന്മകളുടെ കലർപ്പുണ്ടാകുമെന്നാണ്. ആ നന്മകളിൽ തിന്മകളുടെ കലർപ്പുണ്ടാകുമെന്നാണ്. അഥവാ പരിശുദ്ധമായ ഇസ്ലാം അത് പലപ്പോഴും വികൃതമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. വികൃതമാക്കപ്പെട്ട് അതാണ് ഇസ്ലാം എന്ന് വിചാരിച്ച് അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഹുദൈഫയോട് പറയുന്നത്, പ്രമാണത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കണം, പ്രമാണത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കണം. ആ പ്രമാണങ്ങൾ അഥവാ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര പ്രമാണങ്ങളായി കൊണ്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള നബിയുടെ അവിടുത്തെ സുന്നത്തുകളുമാണ്. ആ പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ പാലിച്ചു പോരുന്നുണ്ട് എങ്കിൽ ആ പാലിച്ചു പോരുന്നത് നമ്മെ തിന്മകളെ തൊട്ട് തടയുക തന്നെ ചെയ്യുമെന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വാഗ്ദാനമായി പറഞ്ഞു തന്ന കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, എന്റെ കാലശേഷം നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അഭിപ്രായ ഭിന്നതകളെ കാണാം. വസയറാകും ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഇഖ്തിലാഫുകൾ, അഭിപ്രായ ഭിന്നതകളെ നിങ്ങൾക്ക് കാണാം. ആ സമയത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്താണ്? അലൈക്കും, നിങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്, അലൈക്കും ബിസുന്നതി വസുന്നത്തി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾക്കുള്ളത് എന്റെ ചര്യയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളത് എന്റെ ഖുലഫാക്കളുടെ ചര്യയാണ്. അൽദു ബിന്നവാജിദ്, നിങ്ങൾ അതിനെ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതു സമയത്തും ഹിദായത്ത് നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള അവസ്ഥകൾ കടന്നു വരുമെന്നും മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞത് ലാ യസീഗു അൻഹാ ഇല്ലൽ ഹാലിക്, നശിച്ചവനല്ലാതെ ആ യഥാർത്ഥ വഴിയിൽ നിന്നും തെറ്റിപ്പോവുകയുമില്ല എന്ന് പറയുമ്പോൾ നാശം കടന്നു വരുന്നത് എപ്പോഴാണെന്ന് നമുക്കാർക്കും പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രമാണബദ്ധമായി കൊണ്ടാണ് തന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ ഖിയാമത്തിന്റെ കെടുതികളായി കൊണ്ട് പരിചയപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള അടയാളങ്ങൾ വരുമ്പോൾ അതിൽ അകപ്പെടാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിന്മകളെ നാം അറിയേണ്ടതുണ്ട്, തിന്മകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനെ വ്യാപിപ്പിക്കുന്നവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്, ആ തിന്മകളെ വ്യാപിപ്പിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്, അവരിൽ നിന്നും നാം വിട്ടുനിൽക്കേണ്ടതുണ്ട്, തിന്മകളെയും അതിനെ വ്യാപിപ്പിക്കുന്ന ആളുകളെയും നാം വെറുക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് ഈമാനിന്റെ അടിസ്ഥാന പാഠങ്ങളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോടും അതുപോലെ തന്നെ തന്റെ സമൂഹത്തിനോടും പറഞ്ഞത് അപ്രകാരം തന്നെയാണ്. ഇന്നി ബരീഉൻ, ഞാൻ വിട്ടുനിൽക്കുന്നവനാണ് എന്നാണ് പറഞ്ഞത്. എന്തിനെ തൊട്ടാണ് വിട്ടുനിൽക്കുന്നത്? നിങ്ങളെ തൊട്ടും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെ തൊട്ടുമൊക്കെ ഞാൻ വിട്ടുനിൽക്കുന്നു. ഇല്ലല്ലദീ ഫതറനി, എന്നെ പടച്ചവനെ ഒഴികെ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദീനു തിന്മയായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ ലാഘവത്തോടു കൂടി കാണുകയും അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിച്ചു തരുന്ന ബറക്കത്തുകൾ നഷ്ടപ്പെടുകയും അതോടുകൂടി തന്നെ എത്ര സമയം കിട്ടിയാലും അത് തികയാത്ത അവസ്ഥ വരികയും ചെയ്യും. നമ്മൾ ആലോചിച്ചു നോക്കണം, 5 മിനിറ്റ് നേരം ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യുവാൻ നമുക്ക് വലിയ പ്രയാസമാണ്. എന്നാൽ 5 മണിക്കൂർ നേരം സോഷ്യൽ മീഡിയകളിൽ ചെലവഴിക്കുവാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. അവിടെ
വളരെ കുറഞ്ഞ സമയം പോലെ നമുക്കത് അനുഭവപ്പെടുന്നു. ദീനിന്റെ മജ്‌ലിസുകളിൽ ഒരല്പസമയം ഒന്നിരിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. എന്നാൽ വഴിയരികിൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ചെലവഴിക്കുവാൻ യാതൊരു മടിയുമില്ല. നമുക്ക് സമയത്തിനൊട്ടും കുറവുമില്ല. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മെയും ഈ ഖിയാമത്തിന്റെ അടയാളം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അഥവാ നന്മയുടെ കൂടെ ഇരിക്കുവാൻ നമുക്ക് സമയമില്ല, നന്മയുടെ കൂടെ നടക്കുവാൻ നമുക്ക് സമയമില്ല, നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ നമുക്ക് സമയമില്ല. എല്ലാം തിന്മയുടെ കൂട്ടാളികളുടെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. ഇതാണ് ബറക്കത്ത് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതല്ലാതെ ഒരു 24 മണിക്കൂർ അത് 23 മണിക്കൂറായി കുറയുകയല്ല ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ ഒരു വർഷത്തിലുള്ള 365 ദിവസങ്ങൾ അത് 300 ദിവസങ്ങളായി കുറയുന്ന സാഹചര്യമല്ല ഉണ്ടാകുക. സമയവും അതിന്റെ അവസ്ഥകളുമൊക്കെ അതുപോലെ തുടരുമ്പോഴും ആ സമയം ഒന്നിനും തികയുന്നില്ല. തിരക്കാണ്, ജീവിതത്തിൽ തിരക്കൊഴിഞ്ഞ സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ തിരക്കുകൾ സഹോദരന്മാരെ ഒഴിയുന്ന മരണമാകുന്ന ആ സമയം കടന്നു വരുമ്പോൾ നമുക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള ലോകത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള ഇന്ധനം എത്ര കണ്ടുണ്ട്, അതെത്ര കണ്ട് സംഭരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിലയിരുത്താതെയാണ് ആ മരണത്തെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ ദൂതന്മാരോട് ഒരല്പസമയം പിന്തിപ്പിച്ചു തരാൻ പറഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നിമിഷം പോലും നമുക്ക് പിന്തിപ്പിച്ചു തരികയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഖണ്ഡിതമായി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിക്കുവാൻ നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ കൃത്യമായി കൊണ്ട് നമ്മൾ വിനിയോഗിക്കുക. ഇത്തരത്തിലുള്ള ഷർറുകളിൽ നമ്മൾ അകപ്പെടാതിരിക്കുക. ഷർറുകൾ, ഫിത്നകൾ അത് വ്യാപിക്കുന്ന സമയത്ത് അതിൽ നിന്നും വിട്ടുനിൽക്കണമെങ്കിൽ ഫിത്നകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം, നന്മകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി മതപഠനം അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയോ 8-ാം ക്ലാസ് വരെയോ മദ്രസയിൽ പഠിച്ചു എന്നതുകൊണ്ട് മതത്തിന്റെ ബാലപാഠങ്ങൾ പോലും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മരണം വരേക്കും നമ്മൾ വിദ്യാർത്ഥികളായി തീരണം. ഒരു ദിവസം ഒരു ആയത്തെങ്കിലും പഠിക്കുന്ന, ബോധപൂർവം അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് ഷർറുകൾ വ്യാപിക്കുന്ന, ഫിത്നകൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. തൗബകളും ഇസ്തിഗ്ഫാറുകളും നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ, ആത്മാർത്ഥമായി മടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് നൽകും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വരൾച്ചയും അതുപോലെ തന്നെ വറുതിയും മറ്റുമൊക്കെ ഉണ്ടായ സമയത്ത് അവിടുത്തെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് അവിടുത്തെ അനുചരന്മാരും നാട്ടുകാരും വന്ന് പറഞ്ഞപ്പോ ഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നൂഹിന്റെ വാക്കുകളായിക്കൊണ്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് ഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചെയ്യുക. ഇന്നഹു കാന ഗഫാറ, അല്ലാഹു പാപങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി പൊറുക്കുന്നവനാകുന്നു. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്തു നിന്നും നിങ്ങൾക്ക് സമൃദ്ധമായി കൊണ്ടവൻ മഴ വർഷിപ്പിച്ചു തരും. മാത്രവുമല്ല നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സ്വത്തിലുമൊക്കെ നിങ്ങൾക്ക് വർധനവ് നൽകും, നിങ്ങൾക്ക് അവൻ മക്കളെ നൽകും എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ നമുക്ക് തടയപ്പെട്ട പല അനുഗ്രഹങ്ങളുടെയും മൂലഹേതു എന്നുള്ളത് ഇസ്തിഗ്ഫാറിന്റെ ഇല്ലായ്മ തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും എണീക്കുന്നതിന് മുമ്പ് 70-ൽ കൂടുതൽ പ്രാവശ്യം ഇസ്തിഗ്ഫാറുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം 100-ൽ കൂടുതൽ പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളായിരുന്നു നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരിക്കൽ പോലും തെറ്റു ചെയ്യാത്ത അവിടുന്ന് ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുമെങ്കിൽ ഓരോ നിമിഷവും
നാം അറിയാതെ തന്നെ ജീവിതത്തിലേക്ക് തെറ്റുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ എത്ര കണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടവരാണ്. എന്നാൽ നിസ്കാരം കഴിഞ്ഞു പോലും ആത്മാർത്ഥമായി അസ്തഗ്ഫിറുല്ലാഹ് എന്നൊന്ന് പറയാൻ സമയം കിട്ടാത്ത ആളുകളാണ് നമ്മൾ. അത്ര കണ്ടു നമുക്ക് തിരക്കാണ്. അവിടെയാണ് സഹോദരന്മാരെ ഈ തിരക്കുകളൊക്കെ അവസാനിക്കുക മരണത്തോടു കൂടിയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ തിരക്കായി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. കാരണം മരണം നമുക്ക് സമാധാനമാകണം, മരണം നമുക്ക് വിശ്രമമാകണം. اللهم اصلح لي ديني الذي هو عصمة أمري وأصلح لي دنياي التي فيها معاشي وأصلح لي آخرتي التي إليها معادي اللهم اجعل الحياة زيادة من كل خير واجعل الموت راحة من كل شر എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണ് ആ പ്രാർത്ഥന? എന്താണ് അതിന്റെ അർത്ഥം? എങ്ങനെയാണ് അതിനെ ജീവിതത്തിൽ പകർത്തുക? നാം ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി, എന്റെ എല്ലാ കാര്യങ്ങളുടെയും അവലംബമായിട്ടുള്ള എന്റെ മതം അത് റബ്ബേ നീ എനിക്ക് നന്നാക്കി തരണമേ. ഇതാരാണ് പ്രാർത്ഥിച്ചത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഈ ദുനിയാവിലെ ജീവിതം നീ നന്നാക്കി തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വഅസ്ലിഹ് ലി റബ്ബേ നീ എനിക്ക് നന്നാക്കി തരണമേ അൽ ആഖിറ, എന്റെ ആഖിറത്തിനെ നീ നന്നാക്കി തരണമേ. ഇലൈഹാ മആദി, അതിലേക്കാണ് എന്റെ മടക്കം. അല്ലാഹുമ്മ ജഅലിൽ ഹയാത സിയാദതൻ മിൻ കുല്ലി ഖൈർ, റബ്ബേ എന്റെ ഈ ജീവിതത്തെ ഖൈറിന്റെ വർധനവാക്കി തരണമേ എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും വർദ്ധിക്കുക എന്നുള്ളതല്ല, സ്വത്തിന്റെ വർധനവല്ല, സമാധാനത്തിന്റെ വർധനവല്ല, ഖൈറിന്റെ വർധനവാക്കി തരണമേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വത്ത് നമുക്ക് ലഭിക്കൽ ഖൈറാണോ? നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും. സമാധാനം ലഭിക്കൽ ഖൈറാണോ? അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ ഖൈറിനെയാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. വജഅലിൽ മൗത റാഹതൻ മിൻ കുല്ലി ശർ, എല്ലാ കെടുതികളിൽ നിന്നുമുള്ള സമാധാനമായി, എല്ലാ കെടുതികളിൽ നിന്നുമുള്ള സമാധാനമായി കൊണ്ട് എന്റെ മരണത്തെ മാറ്റേണമേ എന്ന് അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ സഹോദരന്മാരെ, ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുകയും ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് നമ്മൾ എന്തു കാര്യമാണോ ആവശ്യപ്പെട്ടത് അത് ലഭിക്കുവാൻ കാരണമാകുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അന്ത്യനാളിന്റെ കെടുതികളുടെ കൂട്ടത്തിൽ പറഞ്ഞ ഇത്തരത്തിലുള്ള ഫിത്നകളുടെയും അത്തരത്തിലുള്ള തക്കാറുബുസ്സമാനുകളുടെയും ഹറജുകളിൽ നിന്നുമൊക്കെ നാം രക്ഷപ്പെടുക എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد عباد الله اتقوا الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാനവും പരലോക ജീവിതത്തിന്റെ തുടക്കവുമാണ് യഥാർത്ഥത്തിൽ മരണത്തിലൂടെ സംഭവിക്കുന്നത്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പ്രവാചകന്മാർ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടു തന്നെയായിരിക്കും മടങ്ങിപ്പോവുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ദുനിയാവിൽ നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ആഖിറത്തിൽ അദ്ദേഹം സാലിഹീങ്ങളുടെ കൂട്ടത്തിലുമായിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞപ്പോൾ
എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുക എന്ന് പറയാതെ സാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തത് കാണാൻ കഴിയും. അവിടെയാണ് പറഞ്ഞത്, ഒരാൾ മരണപ്പെടുന്നതോടുകൂടി അയാൾ മുഅ്മിനായിക്കൊണ്ടാണ് മരിക്കുക എന്നാണ്. പക്ഷെ ആ ഈമാനോട് കാര്യം ഉണ്ടാവും. ജീവിക്കുന്ന കാലഘട്ടം അത്രയും മുസ്ലിമായി ജീവിച്ച് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചവനായി കൊണ്ട് മരണപ്പെടുമ്പോൾ മാത്രമാണ് വിജയിക്കുക. ഏതൊരു മനുഷ്യൻ മരിക്കുമ്പോഴും അവന്റെ കൺമുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവും സ്വർഗവും അവന്റെ പരലോക ജീവിതവും അവൻ നന്നായി ജീവിച്ചിരുന്നെങ്കിൽ അവന് ലഭിക്കാനിരുന്ന സ്വർഗത്തിലെ ഇടങ്ങളും അവൻ കേടുവന്നതുകൊണ്ട് അവന് ലഭിക്കാനിരിക്കുന്ന നരകത്തിലെ ഇടവും, നന്നായി ജീവിച്ചയാളായിരുന്നു എങ്കിൽ അവൻ പിഴച്ചു ജീവിച്ചിരുന്നെങ്കിൽ അവന് ജീവിക്കേണ്ടി വരുന്ന നരകത്തിലെ ഇടവും, നന്നായി ജീവിച്ചതു കാരണത്താൽ അവന് ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തിലെ ഇടവുമൊക്കെ കാണിച്ചുകൊണ്ടു തന്നെയാണ് അവൻ മരിക്കുക എന്ന. അതുകൊണ്ടാണ് റാഹത്തൻ മിൻ കുല്ലി ശർർ എന്ന് പറഞ്ഞു. എല്ലാ കെടുതികളിൽ നിന്നും രക്ഷപ്പെട്ട് ഇനി രക്ഷപ്പെടാൻ ഒന്നുമില്ല എന്ന ഒരു സമാധാനത്തോടു കൂടി മരിക്കാനുള്ള അവസ്ഥ എത്തുന്നത്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഖബറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വല്ലാതെ കരയാറുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നരകത്തെ കുറിച്ച് പറയുമ്പോഴും അന്ത്യനാളിൽ സംഭവിക്കുന്ന അതല്ലെങ്കിൽ പരലോകത്തുണ്ടാകുന്ന കെടുതികളെ കുറിച്ച് പറയുമ്പോഴും ഒന്നുമില്ലാത്ത ബേജാറെന്താണ് അങ്ങേക്ക് ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞത്, ബർസഖിനെ അതല്ലെങ്കിൽ ഖബർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പരലോക ജീവിതത്തിലെ ഒന്നാമത്തെ ഭവനമാണ്. അവിടെ പരാജയപ്പെട്ടാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് മുഴുവനും വലിയ പ്രയാസമാണ്. അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമാണ്. ഇത് റസൂലുള്ള പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഖബറെന്ന് കേൾക്കുമ്പോൾ വലിയ ബേജാറുള്ളത് എന്നാണ്. അവിടെ നിന്ന് കഴിച്ചിലായി കിട്ടുമോ എന്നുള്ള ബേജാറാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ബേജാറ് തോന്നിയിട്ടുണ്ടോ എന്നുള്ള. നമ്മളൊരു നാട്ടിലേക്ക് അതിന് ഒരു യാത്രയിൽ നമ്മൾ വേഗത്തിൽ വാഹനം ഓടിച്ചു പോകുമ്പോ എത്തേണ്ട സമയത്ത് അവിടെ എത്തൂലേ എന്നുള്ള ബേജാർ നമുക്കുണ്ട്. അതിനിടയ്ക്ക് ഒരു റെഡ് ലൈറ്റിൽ പെടുകയോ അതല്ലെങ്കിൽ ബ്ലോക്കിൽ പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വർദ്ധിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തൂലേ, വിമാനത്താവളത്തിൽ എത്തൂലേ, വണ്ടി കിട്ടൂലേ, ഫ്ലൈറ്റ് കിട്ടൂലേ എന്നൊക്കെയുള്ള ബേജാറാണ്. സഹോദരന്മാരെ, ഖബറിൽ കഴിച്ചിലായി കിട്ടുമോ എന്നുള്ള ബേജാർ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനു വേണ്ട പണികളാണ് നമ്മൾ എടുക്കേണ്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. അവരൊക്കെ ആ പരീക്ഷയിൽ പാസ്സായി. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹുവിനെ അവരെല്ലാവരും തൃപ്തിപ്പെട്ടതുപോലെ തന്നെ അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് ജീവിതം സഹാബിമാരെങ്ങനെ ക്രമീകരിച്ചുവോ അതുപോലെ നമ്മൾ ക്രമീകരിക്കുന്നതിലൂടെ മാത്രമാണ് വിജയം ലഭിക്കുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിനുവേണ്ട പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. എത്ര തിരക്കുകളുണ്ടെങ്കിലും ജീവിതത്തിൽ മതം പഠിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവുകയില്ല എന്നുറപ്പിച്ച് പഠിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുകയും അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ രംഗത്ത് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നവന് മാത്രമാണ് വിജയമുള്ളത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉദ് ദുആഇ യാ ഖാദിയൽ ഹാജാത്ത്. اللهم أنت تعلم عيوبنا فاسترها يا ستير. اللهم أنت تعلم أمراضنا فاشفها يا شافي الأمراض. اللهم أنت تعلم حاجاتنا فاقضي يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك سميع الدعاء يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وارحمنا وارحم والدينا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد.